എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 15 ശ്ലോകം 35, 36, 37, 38, 39, 40 6 ശ്ലോകങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. ആ ധേനുകാസുരന്റെ ആ ദേഹം ഇങ്ങനെ ബലരാമൻ അനായാസമായിട്ട് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു. ഇത്രയും ഘോരനായിട്ടുള്ള അസുരനെ ഒരു കൈ കൊണ്ട് പിടിച്ച് മേൽപ്പെട്ടൊക്കെ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോ പരീക്ഷിത് മഹാരാജാവിന് അത്ഭുതം. എന്താ ഇത്, ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. നൈതച്ചിത്രം ഭഗവതി ഹി അനന്തേ ജഗദീശ്വരേ ഓതപ്രോതമിദം യസ്മിൻ തന്തുഷ്വംഗ യഥാപട. അതിഘോരനായ അസുരനെ ഒരു കൈകൊണ്ട് പിടിച്ചു മേൽപോട്ട് എറിഞ്ഞപ്പോ അനേകം താലവൃക്ഷങ്ങള് വീണം എന്നൊക്കെ ചരിത്രം കേട്ടിട്ട് ആശ്ചര്യഭരിതനായ മഹാരാജാവിനോട് ശ്രീശുകൻ അരുളി ചെയ്യാണ്. ഹേ പൂജ്യ, ഇതില് ആശ്ചര്യപ്പെടാനൊന്നുമില്ല. യാതൊരു ഭഗവാൻ നീളത്തിലും വിലങ്ങത്തിലും നെയ്തു ചേർത്തിരിക്കുന്ന നൂലുകളിൽ വസ്ത്രം എന്ന പോലെ ലോകത്തെ തന്നിൽ തന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നുവോ അപരിച്ഛിന്ന സ്വരൂപനായ ആ ഭഗവാൻ ഇതൊക്കെ ചെയ്തതിൽ എന്താ ആശ്ചര്യപ്പെടാനുള്ളത് ചോദിക്കുക. നീളത്തിൽ വെക്കുന്ന നൂലുകൾക്കാണ് ഓതം എന്ന് പറയുന്നത്. വിലങ്ങത്തിൽ വെക്കുന്നതിന് പ്രോതം എന്നു പേര്. ഓതപ്രോതമിതം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഓതപ്രോതാത്മകമായിരിക്കുന്ന നൂലുകൾ കൂടാതെ വസ്ത്രം ഇല്ല. അതുപോലെ ലോകം ഭഗവാനിൽ ഓതപ്രോതമായിരിക്കുന്നു. ലോകരൂപമായി കാണപ്പെടുന്നത് സമസ്തവും ഭഗവാന്റെ ഐശ്വര്യം മാത്രമാണ്. മഹാരാജാവേ, സർവൈശ്വര്യ സ്വരൂപനായ പരമാത്മാവ് എന്തിച്ഛിക്കുന്നുവോ അത് അപ്പപ്പോ സംഭവിച്ചു കാണുന്നതിൽ എന്താണ് ആശ്ചര്യം ചോദിക്കണു ശ്രീ ശുകബ്രഹ്മർഷി. തഥ കൃഷ്ണം ച രാമം ച ജ്ഞാതയോ ധേനുകസ്യേ ക്രോഷ്ടാരോപ്യദ്രവൻ സർവേ സംരബ്ധാ ഹതബാന്ധവാ. ധേനുകാസുരൻ മരിച്ചപ്പോ ബന്ധുക്കളൊക്കെ, അയാളുടെ കൂട്ടുകാരായിട്ടുള്ള അസുരന്മാര്, ബന്ധുക്കളായിട്ടുള്ള അസുരന്മാരൊക്കെ വളരെ ദുഃഖമായി അസുരന്മാർക്ക്. അപ്പൊ അവർക്ക് ഇങ്ങനെ ദേഷ്യം വന്നു ബലഭദ്രരോട്. അങ്ങനെ ആ ധേനുകാസുരന്റെ കൂട്ടുകാരായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള ആ ഗർദഭങ്ങളെ, കഴുതകളെ എല്ലാം കൂടി ഓട്ടിച്ചാടി ഇങ്ങോട്ട് വന്നു രാമന്റെ കൃഷ്ണന്റെ നേർക്ക് ചാടി വീണു എന്നാണ് പറയുന്നത്. താൻ അപതത കൃഷ്ണോ രാമശ്ച നൃപലീലയാ ഗൃഹീത പശ്ചാൽചരണാൻ പ്രാഹിണോൽ തൃണരാജസു. ഹേ രാജാവേ, ലോകൈക വീരന്മാരായ ശ്രീകൃഷ്ണനും ബലരാമനും നേരിട്ട് ചാടി വരുന്ന ആ കഴുതകളെ കളിയായിട്ട് പിൻകാലുകളിൽ പിടിച്ച് പനകളുടെ മുകളിലേക്ക് എറിഞ്ഞു. അങ്ങനെ ചാടി വരുമ്പോ അങ്ങനെ വാ എന്നുള്ള മട്ടിൽ നിന്നിട്ട് പതുക്കെ അവരുടെ വരവ് കണ്ടിട്ട് കളിയാക്കി ചിരിച്ചു എന്നാ പറയണത് രണ്ടുപേരും. ഇപ്പൊ കൊല്ലുന്നുള്ള മട്ടിലാണ് അവര് വരണത് രാമകൃഷ്ണന്മാരെ. ആ കഴുതകളുടെ പിൻകാലുകളിൽ പിടിച്ച് പനകളുടെ മുകളിലേക്ക് ഒരു ഫലപ്രകര സങ്കീർണം ദൈത്യദേഹേർഗതാസുഭിരരാജഭൂസതാലാഗ്രൈ ഘനൈരിവ നഭസ്ഥലം. ഇപ്പോഴുണ്ടോ ആ കാട്ടില് ആ പനമരങ്ങളിൽ അടിച്ചും മേൽപോട്ട് എറിഞ്ഞും ചത്ത് കിടക്കണ അനേകം അസുരന്മാരുടെ രക്തം പുരണ്ട ദേഹങ്ങളും വീണുകിടക്കുന്ന താലഫലങ്ങളും പനകളുടെ അഗ്രങ്ങളിലുള്ള ഓലകളും അങ്ങനെ നിറച്ചും വ്യാപിച്ചിരിക്കുക. കുറെ എണ്ണം ചത്ത് കിടക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കുറെ ഫലങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. ചോര പുരണ്ട ആ അസുരന്മാരുടെ ശരീരം, ഓലകളും വീണ് കിടക്കുന്ന ഓലകളും, ആ വനമരത്തിൽ നിന്ന് ഇങ്ങനെ വീണ് കിടക്കുന്ന ഓലകളും ഒക്കെ ഇങ്ങനെ നിറച്ചു കിടക്കുക. അപ്പൊ എന്താ, കറുത്തും വെളുത്തും തുടുത്തും ഇരിക്കുന്ന ബഹുവിധ മേഘങ്ങൾ കൊണ്ട് ആകാശം എന്ന പോലെ ആ വനപ്രദേശം ശോഭിച്ചു എന്നാ പറയണത്. പല തരത്തിലുള്ള നിറങ്ങൾ കൊണ്ട് ശോഭിച്ചു വനപ്രദേശം.
തയോസ്തൽസുമഹൽ കർമ്മ നിശമ്യ വിബുധാദയ മുമുജു പുഷ്പവർഷാണി ചക്രുർവാദ്യാനി തുഷ്ടു. ആ ധേനുകാസുരനെ അങ്ങോട്ട് വധിച്ചത് കണ്ടപ്പോ ദേവന്മാർക്ക് വളരെ സന്തോഷായി. അവര് ദേവന്മാര്, ഗന്ധർവന്മാര് മുതലായവര് ശ്രീകൃഷ്ണരാമന്മാര് ചെയ്ത ഈ മഹാപ്രവൃത്തികളൊക്കെ കണ്ട് വളരെ സന്തോഷിച്ചു. അവര് പുഷ്പവൃഷ്ടി അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നത്. പിന്നെയോ ദുന്ദുഭി മുതലായ വാദ്യങ്ങള് മുഴക്കാൻ തുടങ്ങി. ദുഷ്ടന്മാരെ വധിക്കുക, ശിഷ്ടന്മാരെ സംരക്ഷിക്കുക മുതലായ കർമ്മങ്ങളെ കുറിച്ച് അവര് അങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരുന്നു രാമകൃഷ്ണന്മാരെ. അധതാല ഫലാന്യാദൻ മനുഷ്യാ ഗതസാധ്വസാ തൃണം ച പശവശ്ചേരു ഹതധേനുക കാനനെ. അങ്ങനെ ഭഗവാൻ സംഘങ്ങളോടുകൂടി ധേനുകനെ വസിച്ചപ്പോ എല്ലാവർക്കും വളരെ സന്തോഷായി. അപ്പൊ ഇതിനു മുമ്പ് ആ കാട്ടിൽ ആരും സഞ്ചരിച്ചിരുന്നില്ല. അങ്ങനെ ആ കാട്ടിൽ സഞ്ചരിക്കാനുണ്ടായിരുന്ന ആ ഭയമൊക്കെ എല്ലാവരുടെയും പോയി. അങ്ങനെ സകല ജനങ്ങളും ആ കാട്ടിലങ്ങ് പ്രവേശിച്ചു തുടങ്ങി. അവിടെ നിന്നുള്ള സുഗന്ധം കേൾക്കുമ്പോ ഗോപന്മാര് പറയണ മാതിരി അവർക്കും ഉണ്ടായിരുന്നു ആ പനനൊങ്കൊക്കെ പറിച്ചു കഴിക്കണം എന്നൊക്കെ മോഹം. അങ്ങനെ ധേനുവിനെ പേടിച്ചിട്ട് ഒരാളും ആ കാട്ടിൽ പ്രവേശിച്ചിരുന്നില്ല. അങ്ങനെ ആ കാലോചിതമായിട്ട് പനയിൽ നിന്ന് കിട്ടുന്ന ഇളനീരുകളും പനമ്പഴങ്ങളും ഒക്കെ യഥേഷ്ടം ഭക്ഷിച്ചു. പിന്നെ ജനങ്ങള്, പിന്നെയോ പശുക്കള്, എരുമകള് മുതലായവയ്ക്കും അവയ്ക്കും അതെ സന്തോഷായി. എല്ലാ മൃഗങ്ങൾക്കും അവർക്ക് പിന്നെ ഈ ധേനുകാസുരനെ ഒന്നും പേടിക്കണ്ടല്ലോ. ധാരാളം പച്ചപ്പുല്ലൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ തിന്ന് അവരും സുഖമായിട്ട് പശുക്കളും മേഞ്ഞുകൊണ്ടിരുന്നു ആ കാട്ടില്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.